السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ മുതിർന്നവരെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ സുദിനങ്ങളിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുമ്പോൾ നന്മകളിൽ വർധനവും തിന്മകളിൽ നിന്നുള്ള ഒരു അകലവും ജീവിതത്തിൽ ഉണ്ടാകണമേ എന്നും ആമുഖമെന്നോണം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമേറിയ ആരാധനാ കർമ്മമാണ് യഥാർത്ഥത്തിൽ. ഏതൊരു സമയത്തും ഒരു മുതൽ മുടക്കുമില്ലാതെ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാവുന്ന രൂപത്തിൽ നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഇബാദത്താണ് യഥാർത്ഥത്തിൽ ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത് പോലെ ഇത്രയധികം മഹത്വമുള്ളൊരു കാര്യമായിട്ട് പോലും ഭൂരിപക്ഷ ജനങ്ങളും അത്രയധികം ഗൗരവം കൊടുക്കാത്ത ഒരു ഇബാദത്തുമാണ് യഥാർത്ഥത്തിൽ ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ പാടി, ലകാന ലനാ ഹദ്ദുൻ അദീമുൻ വറഗ്ബതു ബികസറതി ദിക്രില്ലാഹി നിഅമൽ മുവഹ്ഹദു വലാകിന്നനാ മിൻ ജഹ്ലിനാ ഖല്ല ദിക്റുനാ കമാ ഖല്ല മിന്നാ ലിൽ ഇലാഹി തഅബ്ബുദു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അധികം പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളുടെ അജ്ഞത നിമിത്തം, അറിവില്ലായ്മ നിമിത്തം നാം ചെയ്യുന്ന ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കുറവാണ്.
ഏതുപോലെ കമാ ഖല്ല മിന്നാ ലിൽ ഇലാഹി തഅബ്ബുദു, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ആരാധിക്കണമെന്നറിയുന്ന നാം ഓരോരുത്തരും ആ ഇബാദത്തിന്റെ വിഷയത്തിൽ എത്രയധികം നഷ്ടങ്ങളാണ് വരുത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ ദിക്റുള്ളയുടെ വിഷയത്തിലും പലപ്പോഴും ജനങ്ങൾക്ക് പല കുറവുകളും വരുത്താറുണ്ട് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ദിക്റുള്ള ആളുകൾ അത്രയധികം ഗൗരവത്തിൽ എടുക്കാത്തൊരു ഇബാദത്തായി മാറിയത്? ഒഴിവുണ്ടാകുമ്പോൾ ഒരു 1-2 മിനിറ്റെങ്കിലും ഫ്രീ ആയി ലഭിക്കുമ്പോൾ, ഒരു തിരക്കില്ലാതെ ഇരിക്കുമ്പോൾ പോലും ഇബാദത്തുകളിലേക്ക് മടങ്ങാതെ, ദിക്റുള്ളയിലേക്ക് മടങ്ങാതെ മറ്റ് പല അനുവദനീയമായ കാര്യങ്ങളിലും സമയം ചെലവഴിക്കുന്ന രൂപത്തിൽ നമ്മളൊക്കെ ആയിത്തീരാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത, പലപ്പോഴും ഇസ്ലാം ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ 10ഓളം രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ ദിക്ർ ചെയ്യണമെന്ന കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. 10 വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ദിക്റുള്ള നടത്തണമെന്ന കൽപ്പന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഒരു രൂപം എന്ന് പറയുന്നത് നിരുപാധികമായി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ദിക്ർ വർദ്ധിപ്പിക്കണമെന്ന നേരിട്ട് പറയുന്ന ശൈലി പരിശുദ്ധ ഖുർആനിൽ കാണാം. ഉദാഹരണമായി സൂറത്തു അഹ്സാബിലെ 205-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ഓർക്കണം. അതേ അധ്യായത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ കസീറ. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണം. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ ശൈലി എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദിക്ർ ഇല്ലാതെയായാൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. നമ്മൾ അള്ളാഹിനെ ഓർക്കണില്ല, എന്തുണ്ടാവുക? ഒരു അശ്രദ്ധയിൽ ജീവിതം നയിക്കും. അതിനെ വിരോധിക്കുക, അത് ചെയ്യരുതെന്ന് കൽപ്പിക്കുക എന്നതാണ് രണ്ടാമതായി ദിക്റുള്ളയെ കൽപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശൈലി. സൂറത്തു അഹ്സാബിലെ തന്നെ സൂറത്തു അറാഫിലെ 205-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തകും മിനൽ ഗാഫിലീൻ. ദിക്റുള്ളയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നു, വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ അശ്രദ്ധ കാണിക്കുന്നവരിൽ പെടരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. മൂന്നാമത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്, നിങ്ങൾ ദിക്ർ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവിനെ ഓർക്കുന്ന സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സൂറത്തു ജുമുഅയുടെ 10-ാമത്തെ വചനം, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുവിൻ, എങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. മറ്റൊരു ശൈലി എന്ന് പറയുന്നത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പുകഴ്ത്തിയ ചില വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവർ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തു അഹ്സാബിലെ തന്നെ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നവർ ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. മറ്റൊരു രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ശൈലി എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ഒരാൾ ഓർക്കുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു മുനാഫിഖൂനിലെ 9-ാമത്തെ വചനം ഉദാഹരണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതിന് പ്രതിഫലമായി അള്ളാഹു നിങ്ങളെ ഓർക്കുമെന്ന വാഗ്ദാനം സൂറത്തു ബഖറയുടെ 152-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. മാത്രമല്ല മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചൊരു ശൈലി എന്താന്ന് വെച്ചാൽ, ഏറ്റവും വലിയ കാര്യമായി പരിചയപ്പെടുത്തിയത് അള്ളാഹുവിനെ ഓർക്കല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയാൻ, വലദിക്റുല്ലാഹി അക്ബർ.
അള്ളാഹുവിനെ ഓർക്കലാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും ഉന്നതമായ കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി മറ്റൊരു ശൈലി എന്തെന്ന് വെച്ചാൽ, ഒരുപാട് ഇബാദത്തുകൾ ഇങ്ങനെ പറയുന്നതിനിടയിൽ ആ ഇബാദത്തുകളെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് ആ ചർച്ച അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി നിങ്ങൾ തക്ബീർ ചൊല്ലണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിപ്പിക്കുന്നിടത്ത് ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും വശദ്ദു ദിക്റാ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ അതിനേക്കാൾ ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്ന് പറഞ്ഞാൽ ആ വിഷയം അവസാനിപ്പിച്ചത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെ ഗൗരവം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുക, സ്വഹാബ അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, കർമ്മങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യം, ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മാത്രമല്ല ആ കർമ്മത്തിന് രണ്ടാമത്തെ പ്രത്യേകത നിങ്ങളുടെ രക്ഷിതാവ് രാജാവായ ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായ കാര്യം, പരലോകത്ത് നിങ്ങളുടെ പദവികൾ ഉയരുന്ന വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ പദവി നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം, മാത്രല്ല സ്വർണവും വെള്ളിയൊക്കെ എടുത്തിട്ട് അള്ളാന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം. ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിനെ വധിച്ച് ശത്രുവിനാൽ കൊല്ലപ്പെട്ട് ഷഹീദാകുന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ്. ഏറ്റവും ഉത്തമമായ കർമ്മം, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായ കർമ്മം, ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കാൻ കാരണമാകുന്നത്, സ്വർണവും വെള്ളിയും ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാകുന്നത്, ഷഹീദാകുന്നതിനേക്കാൾ പ്രതിഫലമായ കാര്യം. 5 പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വാഭാവികമായും ആ ഒരു ചോദ്യം നമ്മളോട് ഉന്നയിക്കപ്പെടുന്ന ഒരു രംഗം ആലോചിച്ചു. നമ്മുടെ മനസ്സിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പോകുന്ന ഇബാദത്തിന്റെ ഒരു വലുപ്പം എത്ര ഉണ്ടായിരിക്കും, എത്രയധികം പ്രയാസത്തോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു കർമ്മമായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണെന്നറിയോ? ദിക്റുല്ലാഹി തആല, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന സ്വഭാവം നിലനിർത്തുക എന്നതാണ് ഏറ്റവും ഉത്തമമായ കർമ്മവും ഏറ്റവും പരിശുദ്ധമായ കർമ്മവും ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കാൻ കാരണമാകുന്നതുമായ കർമ്മമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. റസൂലും സ്വഹാബത്തും മക്കയിലേക്ക് ഒരിക്കൽ ഇങ്ങനെ യാത്ര പോകുന്നതിനിടയ്ക്ക് ജുംദാൻ എന്ന് പറയുന്ന ഒരു പർവ്വതത്തിന്റെ അടുത്തെത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോവ്, സഞ്ചരിക്ക്, മുന്നോട്ട് പോവ്, ജുംദാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് കൂട്ടത്തിൽ ഒരു വാക്കും കൂടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദുകളായ ആളുകൾ മുന്നേറിയിട്ടുണ്ട് കേട്ടോ. മുഫരിദുകളായ മനുഷ്യന്മാർ മുന്നേറിയിട്ടുണ്ട്. പൊതുവിൽ മുഫരിദ് എന്ന പദം പറയുക ബന്ധുക്കളൊന്നും ഇല്ലാതെ ഏകനായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. സ്വഹാബത്തിന് അത്ഭുതം, എന്താണ് ഇപ്പോ ഇവിടെ സബഖൽ മുഫരിദുൻ, മുഫരിദീങ്ങൾ മുൻകടന്നു, അവർ ഒരുപാട് മുന്നേറി എന്ന് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമൽ മുഫരിദൂന യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ഈ മുഫരിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അദ്ദാകിറൂനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മുഫരിദുകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പൊ നന്മയിൽ മുന്നേറാനുള്ള ഒരു മാനദണ്ഡം ധാരാളമായി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നുള്ളതാണ്. ഇനിയോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എന്ന് കരുതുക.
ദൈവസ്മരണ ജീവിതത്തിൽ വളരെ കുറഞ്ഞ രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിന് സമാനമാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ഒരു വ്യക്തിയും അല്ലാഹുവിനെ ഓർക്കാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഹയ്യായ ഒരു മനുഷ്യനും മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതുപോലെയാണ് ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സമാനമായ രൂപത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്ന ഭവനവും അല്ലാഹുവിനെ ഓർക്കാത്ത വീടുകളും ഇതേ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ നമ്മൾക്ക് ശരിയായ ജീവിതം ലഭിക്കുന്നത് ദൈവസ്മരണയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണെന്ന് സാരം. മാത്രമല്ല ഒരാളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്നത് പതിവാക്കി എന്ന് കരുതുക, 100ഓളം നേട്ടങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിലൊരു 10 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു സമയത്ത് ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവിനെ കരുതിയിരിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന എല്ലാ മാർഗവും നമ്മൾ ഉപയോഗിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവാരാൻ അവനെ ഏത് വിധേനയും വഴി പിഴപ്പിക്കും, അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രഖ്യാപിച്ച മനുഷ്യരുടെ ശത്രു. പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കണമെന്ന് പറഞ്ഞ ഇബ്ലീസും കൂട്ടുകാരും, ആ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്ഷ ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഓർക്കുന്ന സ്വഭാവം ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരിക അവന്റെ ജീവിതത്തിൽ അശ്രദ്ധയിലാകുന്ന സമയങ്ങൾ അധികരിക്കുമ്പോഴാണ്. അല്ലാഹുവിനെ ഓർക്കാതെ അശ്രദ്ധയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കും. എന്നാൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന സ്വഭാവം പതിവാക്കുകയാണ് എങ്കിൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്വാസിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് ഉണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പഠിപ്പിച്ച 5 കാര്യങ്ങളാണ് ആ ഹദീസിലൂടെ ഇമാം തുർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിലൊരു കാര്യം വആമുറുകും അൻ തദ്കുറുല്ലാഹ്, ആ ജനതയോട് പറയാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ അൻ തദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണമെന്നുള്ളതാണ്. എന്നിട്ട് അതിനൊരു രസകരമായ ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ അവന്റെ ശത്രു അയാളുടെ പിന്നാലെ അവനെ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കരുതുക. ഒരു മനുഷ്യൻ ഇങ്ങനെ ശത്രുവിനെ പേടിച്ച് ഇങ്ങനെ ഓടുകയാണ്, പിറകിൽ ശത്രു അവനെ പിടികൂടാൻ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഓടി നല്ല സുരക്ഷിതമായ ഒരു കോട്ടയിൽ പ്രവേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം സമാധാനമായി. ആ ശത്രുവിന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു കോട്ട ലഭിച്ച് ആ കോട്ടയിലേക്ക് ഈ മനുഷ്യന് പ്രവേശിക്കാൻ സാധിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു എന്നൊരു ചിന്ത വരും. ഈ ഒരു ഉപമ പറഞ്ഞ് യഹ്യ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറയാൻ കദാലികൽ അബ്ദു ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്താൻ ഇല്ലാ ബിദിക്രില്ലാ, ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചിൽ നിന്ന് കോട്ട കെട്ടണമെങ്കിൽ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഓർക്കുന്ന സ്വഭാവം അവന്റെ ജീവിതത്തിൽ പതിവാക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദിക്ർ പതിവാക്കണമെന്നുള്ള ഒന്നാമത്തെ ഉത്തരം പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദിക്റുല്ലാഹ് എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്,
അള്ളാഹുവിനെ ഓർക്കുന്നതിന് ഇതല്ലാത്തൊരു മഹത്വം ഇല്ല എന്ന് കരുതാം. നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് ഈ പറഞ്ഞ മഹത്വമല്ലാത്ത വേറൊരു മഹത്വവും പഠിപ്പിച്ചിട്ടില്ല എന്ന് കരുതാം. എങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായി മാറുമെന്നാണ്. കാരണം എന്താ? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനുള്ള മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗൗരവമേറുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ദിക്റുള്ള പതിവാക്കുന്നത് കൊണ്ടുള്ള നേട്ടം മാനസികമായ ശാന്തി അവൻക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ടെൻഷനുകൾ നിറഞ്ഞൊരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആശങ്കകളും പ്രശ്നങ്ങളും ഒരുപാട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരുപക്ഷേ മനസ്സമാധാനം തേടിയുള്ള ഓട്ടങ്ങൾ, നെട്ടോട്ടങ്ങൾ എന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സമാധാനം എന്ന് പറയുന്നത് അവനെ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, സൂറത്തു റഅദിന്റെ 28-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകൾ, വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ മനസ്സുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാലുള്ള ഓർമ്മയാൽ മനസ്സമാധാനം അടഞ്ഞതാൻ, ശാന്തമായതാൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുമ്പോഴാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിക്കുന്നിടത്ത് പഠിപ്പിച്ചു വെക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനം ലഭിക്കാൻ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് മനസ്സിനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ഓർക്കലാണ്. അതിനേക്കാൾ മധുരമുള്ളൊരു കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ലഭിക്കാനില്ല. അതുകൊണ്ടാണ് ദിക്റുള്ള കൊണ്ട് വിശ്വാസികൾക്ക് മനസ്സമാധാനം ലഭിക്കുമെന്ന് പറയാനുള്ള കാരണമെന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉപമിച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ മത്സ്യത്തിന്റെ ജീവൻ നിലനിൽക്കുന്നതിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ജീവസുറ്റ നിലയിൽ നിലനിൽക്കാൻ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നു. അദ്ദേഹം ചോദിക്കാൻ, വെള്ളത്തിൽ നിന്ന് അകന്നാൽ ഒരു മീനിന്റെ, മത്സ്യത്തിന്റെ അവസ്ഥ എന്താണ്? അതുപോലെ മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുന്ന സ്വഭാവമില്ല എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം തീരാനഷ്ടത്തിലാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ദിക്റുള്ള പതിവാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ഓർക്കാൻ കാരണമാകുമെന്ന്. റബ്ബിന്റെ കോടാന കോടി സൃഷ്ടികളിൽ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കാനുള്ള കാരണം അള്ളാഹുവിനെ സ്മരിക്കുന്ന സ്വഭാവം അവൻ പതിവാക്കുന്നു എന്നുള്ളതാണ്. അതിന് വലിയൊരു നേട്ടമുണ്ടോ? ലോക സൃഷ്ടാവ് നമ്മളെ കുറിച്ച് ഓർക്കുക, നമ്മളെ കുറിച്ച് സ്മരിക്കുക അല്ലേ? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയുടെ 152-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുവിൻ, അദ്കുറുകും, ഞാൻ നിങ്ങളെ സ്മരിക്കാമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അത് നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന ഇൻദ വന്നി അബ്ദി, എന്റെ അടിമ എന്നെ കുറിച്ച് കരുതുന്നത് പോലെയാണ് ഞാൻ. വഅന മഅഹു ഹീന യദ്കുറുനി, അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. ഫഇൻ ദകറനി ഫീ നഫ്സിഹി ദകർതുഹു ഫീ നഫ്സി,
അവൻ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് എന്നെ ഓർത്താൽ ഞാൻ ഒറ്റക്ക് അവനെ ഓർക്കും. ഇനി ആളുകൾക്കിടയിൽ ഒരു കൂട്ടത്തിലാണ് അവൻ എന്നെ ഓർക്കുന്നതിനെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു കൂട്ടത്തിൽ ഞാൻ അവനെ കുറിച്ച് സ്മരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദിക്റുള്ള പതിവാക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത് ദിക്റുള്ള പതിവാക്കുന്നത് കൊണ്ടുള്ള നേട്ടം, നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് പോലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് തിന്മ ചെയ്യുന്നില്ല? പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാരണം, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എങ്കിൽ ആ ശിക്ഷയിൽ നിന്നൊരു വിശ്വാസിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്, മാ ശൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നൊരു മനുഷ്യന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന വേറൊരു ഘടകമില്ല എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. ഇനിയോ മുനാഫിഖാകാതിരിക്കാനുള്ള, നിഫാഖിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗവും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. സ്വഹാബത്തിനെ കുറിച്ച് താബിഉകൾ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിൽ എപ്പോഴും ഞാൻ മുനാഫിക്കാകുമോ എന്ന് ഭയപ്പെട്ടവരായിരുന്നു സ്വഹാബികൾ എന്നാണ്. എങ്കിൽ നിഫാഖിനെ ഭയപ്പെടുക എന്നത് ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തു, അതിലൊരു കാപട്യം കടന്നു വന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കുന്ന സ്വഭാവം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം സൂറത്തു നിസാഇന്റെ 142-ാമത്തെ വചനത്തിൽ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. ആരാണ് മുനാഫിക്കുകൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ കുറച്ചു മാത്രം ഓർക്കുന്നവരാണ് എന്ന് കഅബ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കവേ പറഞ്ഞു, മൻ അക്സറ ദിക്റല്ലാഹ് ബരിഅ മിനൻ നിഫാഖ്. ആരെങ്കിലും ജീവിതത്തിൽ ദിക്റുള്ള അധികരിപ്പിച്ചാൽ, അല്ലാഹുവിനെ ഓർക്കുന്ന സ്വഭാവം അധികരിപ്പിച്ചാൽ, ബരിഅ മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് അവൻക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിന്റെ മറ്റൊരു നേട്ടം എന്തെന്നറിയോ? വലിയ വലിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആളുകൾ നേടിയെടുക്കുന്ന പുണ്യം ഒരു മുതൽ മുടക്കുമില്ലാതെ ദിക്റുള്ള കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. കുറച്ച് സ്വഹാബികള് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വരിക, ഒരു പരാതിയുമായിട്ടാണ് അവർ വരുന്നത്. എന്താണ് അവരുടെ പരാതി എന്നറിയോ? ദഹബ അഹ്ലുദ് ദുസൂരി മിനൽ അംവാലി ബിദ്ദറജാതിൽ ഉലാ വന്നഈമിൽ മുഖീം. പ്രവാചക, ഒരുപാട് സമ്പത്തുള്ള ആൾക്കാര് പുണ്യങ്ങളൊക്കെ കൊണ്ടുപോവാൻ, ഉന്നതമായ പ്രതിഫലങ്ങൾ ഓരിങ്ങനെ നേടിയെടുക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നതാണ് ആ സ്വഹാബത്തിന്റെ പരാതി. എന്നിട്ട് അവരെ വിശദീകരിച്ചു കൊടുത്തു. യുസല്ലൂൻ കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കണ പോലെ അവരും നിസ്കരിക്കാറുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമനുഷ്ഠിക്കാറുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, വലഹും ഫളുലും മിൻ അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. പക്ഷെ അവർക്ക് കുറച്ച് സമ്പത്തുണ്ട്. അതുകൊണ്ട് ആ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഒരു ഹജ്ജിയും ഉംറയും സ്വതക്കയും അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറ്റണില്ല റസൂലേ, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പരാതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ആ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അജ്റതും മൻ സബഖകും, നിങ്ങളെ മുൻകടന്ന അവരുടെ ഒപ്പമെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. എന്താണ് ആ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സലാത്തിൻ 33. നമസ്കാരാനന്തരം
സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 തവണ വീതം ചൊല്ലുക എന്നുള്ളത്. ആലോചിച്ചോക്ക്. സമ്പന്നർ പ്രതിഫലങ്ങൾ ഒരുപാട് കൊണ്ടുപോകുന്നു എന്ന് പരാതി പറഞ്ഞപ്പോ ആ നേട്ടങ്ങളിലേക്ക് എത്താനുള്ള പരിഹാരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു മുതൽ മുടക്കുമില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ഇതാണ് വിശ്വാസികളെ ദിക്റുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇനിയോ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുത്ത്, രണ്ട് അഅറാബികളായ മനുഷ്യന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നൊരു സംഭവമുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്. അതിലൊരു വ്യക്തിക്ക് അറിയേണ്ടുന്ന ഒരു ചോദ്യം, ഏറ്റവും ഉത്തമനായ ആൾ ആരാണെന്നാണ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി ആരാണ് എന്നാണ് ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. പ്രവാചകൻ മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് അധികരിക്കുകയും കർമ്മങ്ങൾ നന്നാവുകയും ചെയ്തവനാണ് ആ ഉത്തമനായ വ്യക്തി. രണ്ടാമത്തെ അഅറാബി ചോദിച്ചു, പ്രവാചക, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത് അലൈനാ ഫബാബുൻ നതമസ്സകു ബിഹി ജാമിഅ. ഇബാദത്തുകള് കുറച്ച് ഭാരമായി തോന്നുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, അത് ഞങ്ങളങ്ങണ്ട് മുറുകെ പിടിക്കും, അത് മതിയാവണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അഅറാബികൾ ഒരു ശൈലിയാ, അവര് ഓപ്പണായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലതും ചോദിക്കും. അപ്പൊ ചോദിക്കുക, ഇബാദത്തുകൾ ഭയങ്കര ഭാരം തോന്നുന്നു, അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു തരണം, നതമസ്സകു ബിഹി ജാമിഅ, അത് ഞങ്ങൾ മുറുകെ പിടിക്കും, അത് ഞങ്ങൾക്ക് മതിയാവണം. അതാണ് ആ സ്വഹാബിയുടെ ആവശ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരം പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. ഒരു കാര്യം ചെയ്താൽ മതി, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നതിനാൽ നനഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാരം പറഞ്ഞു കൊടുക്കാം. പണ്ഡിതന്മാര് പഠിപ്പിച്ചോറും ആരാധനകൾ എളുപ്പമാകാനുള്ള മാർഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ജീവിതത്തിൽ ദിക്റുകൾ പതിവാക്കുക എന്ന് പറയുന്നത്. ഇനിയോ ചെറിയ ദിക്റുകൾക്ക് പോലും ഉന്നതമായ പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രാർത്ഥന, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്ന്, لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. 100 തവണ ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 100 പുണ്യങ്ങൾ അവനിക്ക് രേഖപ്പെടുത്തപ്പെടുന്നു, 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസി. ആ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണമായി അവൻക്ക് മാറുന്നു. അഞ്ചാമതോ, ഇതിനേക്കാൾ ഉത്തമമായ ഒരു കർമ്മം ചെയ്തവനല്ലാതെ ഇവനെ മികച്ചു നിൽക്കാൻ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്ര നേരം വേണം? കുറച്ചു നേരം പോരെ, പക്ഷെ അതിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വലുപ്പമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ഒരാൾ 100 തവണ ചൊല്ലാണ് വെച്ചെങ്കിൽ കടലിലെ നുരകളോളം പതകളോളം അത്ര തിന്മകൾ അവൻ ചെയ്താലും ശരി, അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കും, നീക്കി കൊടുക്കും എന്ന് പറയാം. ചെറിയ ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലം എന്നുള്ളത് അല്ലാഹുവിനെ ഓർക്കുന്നതിന്റെ നേട്ടമാണ്. സ്വർണവും വെള്ളിയും ഒന്നും നിങ്ങൾ നിധികളായി സൂക്ഷിക്കരുത്, അതിൽ കുറവ് വരുത്തണമെന്ന സൂചന കുറിക്കുന്ന വചനങ്ങൾ ഇറങ്ങിയ സമയം സ്വഹാബികൾ ചർച്ച ചെയ്യുന്നു, എന്താണ് നമ്മൾ നേടിയെടുക്കാവുന്ന സമ്പത്ത്, നമ്മൾ ഇനി എന്ത് സമ്പത്താ ജീവിതത്തിൽ നേടിയെടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മാലി നത്തഖിദ്, പ്രവാചക ഏത് സമ്പത്തപ്പ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം പറഞ്ഞു കൊടുത്തു. അതിലൊന്ന് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് നേടിയെടുക്കണമെന്നുള്ളതാണ്. അപ്പോ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി പറഞ്ഞത് ദൈവസ്മരണയാൽ നനയുന്നൊരു നാവ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. 10ാമത് ദിക്റുള്ളയുടെ ഒരു പ്രധാനമെന്ന് പറയുന്നത്
നമ്മളൊരു സദസ്സിൽ ഇരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ കിടന്നു, പക്ഷെ അള്ളാഹനെ ഓർക്കൊന്നും ചെയ്തില്ല എങ്കിൽ നാളെ പരലോകത്ത് അത് വലിയൊരു നഷ്ടമായി നമുക്ക് മാറുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ലാഹു ഫീഹി കാനത അലൈഹി മിനല്ലാഹി തിറ. ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, പക്ഷേ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ ഒരിക്കൽ പോലും അള്ളാഹുവിനെ ഓർത്തില്ല എങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായി മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയാ, അതുപോലെ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് കിടന്നു, അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ ഒരിക്കൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വിശ്വാസികൾ, നമുക്കൊക്കെ എത്ര നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് നഷ്ടമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയം എപ്പോഴാണെന്നറിയാം. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, പരലോകത്ത് ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് മനുഷ്യർ ഖേദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞതിന്റെ ഉദ്ദേശമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ ദിക്റുള്ള പതിവാക്കുന്നതിന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അതുപോലെ വിജയം പറയുന്നിടത്ത്, വിജയം ലഭിക്കുന്ന ആളുകളെ പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീ പുരുഷന്മാരും. എപ്പോഴാ ഒരു മനുഷ്യൻ അള്ളാഹിനെ ധാരാളമായി ഓർക്കുന്ന ആളാവുക? ഇമാം സഅദി റഹിമഹുല്ലാ അത് വേണ്ട ഒരാൾക്ക് ഉണ്ടാവേണ്ട മിനിമം ക്വാളിറ്റി പറയുന്നുണ്ട്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരാളായ ഒരു മനുഷ്യൻ മാറണമെങ്കിൽ ഏറ്റവും മിനിമമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം എന്താണെന്നറിയോ? ഇമാം സഅദി റഹിമഹുല്ലാ പറയാൻ, വഅഖല്ലു ദാലിക അൻ യുലാസിമൽ ഇൻസാനു ഔറാദ സ്വബാഹി വൽ മസാഇ വഅദ്ബാരി സ്വലവാതിൽ ഖംസ് വഇൻദൽ അവാരിലി വൽ അസ്ബാബ്. ഏറ്റവും ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള പ്രാർത്ഥന പതിവാക്കണം. അതുപോലെ നമസ്കാര ശേഷം ചൊല്ലാനുള്ള പ്രാർത്ഥനകൾ. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഇന്ന കാര്യം ഉണ്ടായെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന ദിക്ർ ചെല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ പതിവാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളായി ഒരു മനുഷ്യന് ധാരാളം ഓർക്കുന്ന ഒരാളായി ഒരാൾക്ക് മാറണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്ന്. പലപ്പോഴും ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേടുന്ന പ്രാർത്ഥനകളുടെ വിഷയത്തിൽ ആളുകളൊക്കെ അശ്രദ്ധയിലാവുന്നതാണ്. പണ്ഡിതന്മാര് ആ ഒരു വിഷയം പറയുന്നിടത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അബൂ വാഇൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാ. സുബ്ഹി നമസ്കാര ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അനക്കൊന്നും കേൾക്കണില്ല വീട്ടിൽ നിന്ന്. അപ്പൊ അദ്ദേഹം കയറിക്കോളാൻ പറഞ്ഞ് അനുവാദം ലഭിച്ചപ്പോഴും കയറാൻ മടിക്കും. അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വൃദ്ധ വന്നിട്ട് അകത്തേക്ക് കയറാൻ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും കയറുന്നില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളും പറഞ്ഞു, തങ്ങളുടെ കുടുംബമൊക്കെ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി, അപ്പൊ പ്രയാസപ്പെടുത്തേണ്ട വിചാരിച്ചിട്ടാണ് കയറാത്തത്. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നൽകുന്നൊരു സാക്ഷ്യപത്രമുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെ പറ്റി അത് പറയാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത്, എന്റെ ഉമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് ഈ സമയത്ത് ദിക്ർ നടത്താതെ ഉറങ്ങുമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുക. വിശ്വാസികൾ ആ സമയത്ത് ദിക്ർ നടത്തുന്നതിന്റെ മഹത്വമാണ് ഈ സംഭവങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചും സൂര്യോദയം വരെ അദ്ദേഹം ദിക്റുകളിൽ കഴിച്ചു കൂട്ടുമായിരുന്നുവെന്ന് പ്രമാണങ്ങളിൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര പ്രാർത്ഥനകളാണ് ആ നേരത്തെ ചൊല്ലാൻ നമുക്ക് പഠിപ്പിച്ചത്. ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരുപാട് പ്രാർത്ഥന. സയ്യിദുൽ ഇസ്തിഗ്ഫാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന.
അതൊരു വ്യക്തി രാവിലെ യഖീനോടുകൂടി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ദൃഢമായ വിശ്വാസത്തിൽ അതിങ്ങനെ ചൊല്ലുകയാണ്. വൈകുന്നേരമാകുന്നതിന് മുമ്പ് ആ മനുഷ്യ ഇവിടുന്ന് മരിച്ചു എന്ന് കരുതുക, മരണപ്പെട്ടു എന്ന് കരുതുക. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗത്തിലാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യഖീനോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി വൈകുന്നേരം ഒരാൾ ചൊല്ലി പിറ്റേന്ന് പ്രഭാതമാകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ഇത് തുടങ്ങുന്ന പ്രാർത്ഥന എത്ര ചെറിയ പ്രാർത്ഥനയാണ്, 5ഓളം മഹത്തമായ പ്രതിഫലമാണ്. അതിനെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹു ഉണ്ട് എന്ന് നൽകി പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്താണ് പ്രതിഫലം? അതുപോലെ ഇഖ്ലാസും മുഅവ്വിദതൈനി ഓതുക വലിയ പ്രതിഫലം പഠിപ്പിച്ച കാര്യമാണ്. ആയത്തുൽ കുർസി പ്രതിഫലം പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പലപ്പോഴും നമ്മൾ പതിവാക്കാറുണ്ടോ? അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും പോലെ തന്നെയാണ് ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. ഉറക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉറങ്ങുമ്പോൾ ചെല്ലാനുള്ള പ്രാർത്ഥനകൾ, ഉറക്കത്തിൽ നിന്നൊരു മനുഷ്യൻ ഞെട്ടി ഉണർന്നാൽ അപ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ, ഇനി രാവിലെ ഉറക്കം ഉണരുമ്പോൾ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ മിനിമം അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും നിസ്കാരം കഴിഞ്ഞ് നമുക്ക് തിരക്കാം. നിസ്കാരം കഴിഞ്ഞാല് വേഗം പായുക, എവിടേക്കാണെങ്കിലും പോവുക എന്നുള്ള നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള തീരുമാനം എന്ന് പറയുന്നത്. ചെല്ലാള ദിക്റൊക്കെ ചൊല്ലി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സമാധാനം അരിച്ചോക്ക് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നർ നേടിയെടുത്ത പ്രതിഫലം ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായി പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും 33 തവണ വീതം ആ സമയത്ത് ചെല്ലല. ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ ആ സമയത്ത് ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പതിവാക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിത ലോകത്ത് ഒരു രാവിലെയും രാത്രിയിലും പകലിലുമായി ഒരു മനുഷ്യൻ പതിവാക്കേണ്ടുന്ന പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങൾ ആ രംഗത്ത് ഒരുപാടുണ്ട്. നമ്മളൊക്കെ പള്ളികളിൽ ഒരുപക്ഷെ പൊതുവിൽ ഉണ്ടാകുന്ന ഹിസ്നുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷ, നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി പതിവാക്കേണ്ടുന്ന പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന പുസ്തകം, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, മുന്നിലുണ്ട്. പക്ഷെ ആ ദിക്ർ പതിവാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഞാനും നിങ്ങളും എത്തുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ പരാജയമല്ലേ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആറാഫിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറഞ്ഞത് വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയിലാകുന്ന ആളുകളായി മാറരുത് എന്നാണ്. എങ്കിൽ ആ അശ്രദ്ധ എനിക്കും നിങ്ങൾക്കും മെല്ലെ മെല്ലെ പിടികൂടിയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളും പരിശോധിക്കണം. ദിക്റുള്ള എടുക്കുന്നതിൽ നിന്ന് നമ്മൾ അകലുകയാണ് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് മുമ്പ് തന്നെ നാം ഈ ലോകത്ത് മരിച്ചതിന് തുല്യമായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് അതിനർത്ഥം. ഒരു പണ്ഡിതൻ ഒരിക്കൽ പാടി വെക്കുന്ന ഒരു കവിതയുണ്ട്. ഫനിസിയാനു ദിക്രില്ലാഹി മൗതു ഖുലൂബിഹിം വഅജ്സാമുഹും ഖബ്ലൽ ഖുബൂരി ഖുബൂറു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാൻ ഒരു മനുഷ്യൻ മറക്കുന്നു എന്ന് കരുതുക. അല്ലാഹനെ ഓർക്കാൻ മറന്നു, ദിക്ർ ചെല്ലാൻ മറക്കുന്നുവെങ്കിൽ മൗതു ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് മരണം ബാധിച്ചു എന്നാണ് അർത്ഥം. വഅജ്സാമുഹും ഖബ്ലൽ ഖുബൂരി ഖുബൂറു, അവർ നാളെ മരണപ്പെട്ട് നമ്മൾ ഓരോരുത്തരും പോയി കിടക്കേണ്ടുന്ന ഖബർസ്ഥാനുണ്ടല്ലോ, പള്ളിക്കാട്ടിലെ 6 അടി മണ്ണ്, ആ 6 അടി മണ്ണിൽ നമ്മുടെ ഒരു വാസകേന്ദ്രം തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശരീരങ്ങൾ അവരുടെ മനസ്സിന്റെ ഖബറുകളായി മാറുന്നുവെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുക. വഅർവാഹുഹും ഫീ വഹ്ശത്തിൻ മിൻ ജുസൂമിഹിം വലൈസ ലഹും ഹത്ത നുശൂരി നുശൂറു. ഇനി അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നത്
ഈ ലോകത്ത് നിന്ന് യഥാർത്ഥത്തിൽ അവർ മരിച്ച് പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്താണ് എന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം മരിച്ചതിന് തുല്യമായി മാറുന്ന ഒരു അവസ്ഥ ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ധാരാളമായി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കാനും ആ ദിക്ർ പതിവാക്കുന്നത് ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായി ക്വാളിറ്റിയായി കൊണ്ടു നടക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതുപോലെ ദിക്റുള്ള ചൊല്ലുമ്പോൾ പാലിക്കേണ്ടുന്ന ചില അദബുകൾ, മര്യാദകൾ സൂറത്ത് അറാഫിന്റെ 205-ാമത്തെ വചനത്തിൽ വിശദീകരണത്തിൽ നിന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലും കൂടി ദിക്ർ നടത്തണം എന്നുള്ള അല്ലേ. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നതിനെ കുറിച്ച് ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ ചെല്ലും അല്ലേ. നിസ്കാരം കഴിയും, സലാം വീട്ടി ഓട്ടോമാറ്റിക് അസ്തഗ്ഫിറുല്ലാഹ്. എന്താ മനസ്സിലടിയിടൊന്നും ഉണ്ടാവില്ല, മനസ്സ് വേറെ എവിടെയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ ദിക്റിനുണ്ട് എങ്കിൽ അതിനെ ശരിയായ ദിക്ർ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് വിനയത്തോടുകൂടി ദിക്ർ ചെല്ലണം എന്നാണ്. ഒരു ഇബാദത്ത് ചെയ്യുന്ന ഗാംഭീര്യം കൊടുത്ത് വിനയത്തോടുകൂടി ഉബൂദിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദിക്ർ നടത്തണമെന്ന്. മൂന്നാമത് ഇതിൽ വല്ല കുറവും സംഭവിക്കുമോ എന്നൊരു ഭയം കൂടി, ഒരു ഖീഫത്ത്, ഭയം ആ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നാലാമത്തത് ഉറക്കെയല്ല ദിക്ർ നടത്തേണ്ടതെന്നാണ്. നല്ല ശബ്ദം കൂട്ടിയിട്ട് ഉറക്കെയല്ല ദിക്റുകൾ നടത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു വെക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അഞ്ചാമത് ഹൃദയത്തോടു കൂടിയാണ് എങ്കിലും നാവും ചലിപ്പിക്കണം എന്നുള്ളതാണ്. ചുണ്ടും കൂടിയും ദിക്ർ എടുക്കുമ്പോൾ ചലിപ്പിക്കണം എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു വെക്കുന്നത് കാണാൻ സാധിക്കും. ആറാമത് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് ദിക്റിന്റെ മര്യാദയായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏഴാമത് ഗഫ്ലത്ത്, ദിക്ർ നടത്തുന്ന സമയത്ത് ഒരു അശ്രദ്ധയായ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഏഴാമത് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏഴും സൂറത്ത് അറാഫിന്റെ 205-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ഒരു സ്വഭാവം നമ്മൾ നേടിയെടുക്കണം. പരിശുദ്ധമായ റമളാനിന്റെ സുദിനങ്ങളിൽ ഒരു മുതൽ മുടക്കുമില്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ പുണ്യങ്ങൾ വാരിയെടുക്കാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു യാത്രയിലാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ചുണ്ടുകൾ ഒരു പക്ഷേ ദിക്റുള്ള കൊണ്ട് നമുക്ക് ധന്യമാക്കാം. ഒരു സ്ഥലത്ത് ക്യൂവിലാണെന്ന് കരുതുക, എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് കരുതുക. ആ സമയത്തും ചെയ്യാവുന്ന ഇബാദത്താ ദിക്റുള്ള എന്ന് പറയുന്നത്. അതുകൊണ്ട് ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുൻകടക്കുന്ന മുഫർരിദുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ധാരാളമായി ഓർക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പിഴവുകളുണ്ട്. ഗഫൂറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം നമുക്ക് പുറത്തുമാപ്പാക്കി തിരുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമാകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. ما شاء الله بارك الله فيك. സഹോദരങ്ങളെ, നാളെ നമുക്ക് ക്ലാസ് എടുക്കുന്നത് സഹിഹ് അൽ-കമിയാണ്.